ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാജസ്ഥാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയോട് അടുപ്പമുള്ള സംസ്ഥാനം. എന്നും ജലക്ഷാമവും അതിനെ തുടർന്നുള്ള പരസ്പര കലഹവുമൊക്കെ വാർത്തയാകുന്ന ഒരു നാട്. എന്നാൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നും 80 കിലോമീറ്റർ അകലെ ലപ്പോരിയ എന്നൊരു ഗ്രാമമുണ്ട്. എന്നും ജലക്ഷാമത്താൽ വലഞ്ഞിരുന്ന, കലഹങ്ങൾ മൃത്യുഹാനിയിൽ വരെ എത്തിയിരുന്ന ഒരു കഥ പറയാനുണ്ട് ലപ്പോരിയയ്ക്ക്. എന്നാൽ ഇന്ന് അതൊക്കെ വെറും പഴങ്കഥകളായി മാറിയിരിക്കുന്നു. ഇന്ന് ലപ്പോരിയ പച്ചപ്പ് നിറയെ കൃഷി ചെയ്യുന്ന, അനേകം കന്നുകാലികൾക്കും മനുഷ്യർക്കുമൊക്കെ ജീവിക്കുവാൻ ഉതകുമാറ് ആവശ്യത്തിന് ജലം നിറഞ്ഞ ഒരു മാതൃക ഗ്രാമമായി മാറിയിരിക്കുന്നു. ഗ്രാമത്തിലെ 17 വയസ്സുള്ള ലക്ഷ്മൺ സിംഗ് എന്ന ചെറുപ്പക്കാരന്റെ നിശ്ചയദാർഢ്യവും അധ്വാനവുമാണ് ലപ്പോരിയയുടെ മാറ്റത്തിന് കാരണം. അതിമനോഹരമായൊരു കവിതയുണ്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം. പാലും തേനും ഒഴുകുന്ന സ്വന്തം ഭൂമി നഷ്ടമായവരുടെ, ദേവാലയം നഷ്ടമായി ദൈവത്തെ ആരാധിക്കുവാൻ കഴിയാതെ പോയവരുടെ, അടിമത്തത്തിൽ കിടന്ന് നരകിക്കുന്നവരുടെ മനസ്സിൽ പ്രത്യാശയുടെ വിത്ത് വിതയ്ക്കുന്ന അതിമനോഹരമായൊരു കവിത. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്തുല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോന്റെ മഹത്വവും കർമ്മേലിന്റെയും ശാരോന്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിന്റെ തേജസ്സും കാണും. അന്ന് മുടന്തൻ മാനിനെ പോലെ ചാടും, ഊമന്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. ദൈവ തേജസ് വെളിപ്പെടുമ്പോൾ മുള്ളും പാറക്കാരയും എല്ലാം മാറി മരുഭൂമി ഉദ്യാനമായും വരണ്ട നിലം നീരുറവയായും വളരുന്ന മനോഹരമായ ദൈവിക കൃപയെക്കുറിച്ചാണ് പ്രവാചകൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവത്തെ ആരാധിക്കാൻ കഴിയാത്ത അവസ്ഥയും അടിമത്തവും സ്വന്തം നാടിനെക്കുറിച്ചുള്ള ഓർമ്മകളുമൊക്കെ ഒരു മനുഷ്യനെ മരുഭൂമിയുടെ അവസ്ഥയിലെത്തിക്കും. വിഷമങ്ങൾ കേൾക്കാൻ ആരുമില്ലാതെ, കഴിവുകളേറെ ഉണ്ടായിട്ടും ഒന്നും ഉപകാരപ്രദമാക്കാൻ കഴിയാതെ പോകുന്ന എത്രയോ ജന്മങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. സ്വന്തം നാടും വീടും ദേവാലയം ഉപേക്ഷിച്ച് ഒരു അന്യനാട്ടിൽ വന്ന് താമസിക്കുമ്പോൾ പലപ്പോഴും വരണ്ട ഭൂമിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ അനേകരാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ തേജസ് അവരുടെ ജീവിതത്തിൽ പകർന്നു കൊടുത്താൽ തീർച്ചയായും അവരുടെ ജീവിതം ശാരോന്റെ ശോഭ നിറഞ്ഞ പനിനീർ പുഷ്പങ്ങളുടെ താഴ്വാരം പോലെയാകും. ലക്ഷ്മൺ സിംഗ് എന്ന ഒരു ചെറുപ്പക്കാരന്റെ അധ്വാനവും ഉത്സാഹവും ഒരു നാടിന്റെ വരൾച്ച മാറ്റി നനവുള്ളതാക്കിയെങ്കിൽ നമുക്ക് എത്ര മനുഷ്യരുടെ ജീവിതത്തിൽ നനവ് പകർന്നു കൊടുക്കുവാൻ കഴിയും. നിരാശരായി വരണ്ട ജീവിതം നയിക്കുന്നവർക്ക് ഒരു തുള്ളി ജലം മതി പുതിയൊരു നാമ്പിലൂടെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ. ഒരിക്കൽ പൂക്കുമ്പോൾ കായ്ക്കുമ്പോൾ ഇന്ന് നൽകിയ ഒരു തുള്ളി ജലമായിരുന്നു അതിന് കാരണമെന്നോർത്ത് നമുക്ക് അഭിമാനിക്കാം. ജീവജലമായ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് വരണ്ട മനസ്സുകളെ നനവുള്ളതാക്കി മാറ്റാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.